എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ പുതുതായി കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കുറേ വർഷങ്ങളായി കച്ചവടം ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഉപകാരപ്രദമായ വീഡിയോകളാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റീറ്റെയിലറും അഥവാ ഹോൾസെയിലർ അഥവാ ഡിസ്ട്രിബ്യൂട്ടർ എന്നിവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഒരു റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സാധനം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അധികം സ്ഥലം വേണ്ടി വരില്ല. ഒരു ചെറിയ സ്ഥലത്ത് തന്നെ അയാൾക്ക് സാധനം സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അയാൾ കൂടുതൽ സാധനം ഓർഡർ ചെയ്യാറില്ല. മിതമായ രീതിയിൽ മാത്രമേ സാധനം ഓർഡർ ചെയ്യാറുള്ളൂ. അയാൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ എണ്ണം ചിലപ്പോൾ 6, 12, 20 അങ്ങനെ മാത്രമേ അയാൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. പിന്നെ അയാളുടെ സ്റ്റാഫുകളുടെ എണ്ണം 2 or 3 മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുപോലെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ രൂപ ഉണ്ടായാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ഹോൾസെയിലർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അയാൾക്ക് വലിയ ഗോഡൗൺ വേണ്ടി വരും, കൂടുതൽ സാധനം പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സാധനങ്ങൾ അയാൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം വേണ്ടി വരും. അതുപോലെ തന്നെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ സ്ഥലം വേണ്ടി വരും. അതുപോലെ തന്നെ കൂടുതൽ സ്റ്റാഫ് വേണ്ടി വരും. അതുപോലെ അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെ രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് നല്ല രീതിയിൽ ഒരു ഹോൾസെയിൽ ബിസിനസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എണ്ണം 500, 1000, 2000 ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ പർച്ചേസിങ് ഉണ്ടാവുക. ഇതാണ് ഒരു റീറ്റെയിലറും ഹോൾസെയിലേഴ്സും തമ്മിലുള്ള വ്യത്യാസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.